ഫൈനലി ഒരു ബോളിവുഡ് സിനിമ കഴിഞ്ഞ് തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൃത്തിയുള്ളൊരു പരിപാടി കണ്ടു എന്നൊരു തോന്നലുണ്ട്. അക്ഷയ് കുമാർ കൂടി ആ സിനിമയുടെ ഭാഗമാണ് എന്നുള്ളത് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് സ്കൈ ഫോഴ്സ് എന്ന ഏറ്റവും പുതിയ സിനിമ ഈ കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് ബോളിവുഡിൽ നിന്ന് വന്ന ഏറ്റവും ഗംഭീര സിനിമ എന്നല്ല. പക്ഷേ നമ്മൾ ഈ പൈസ കൊടുത്ത് തിയേറ്ററിലിരുന്ന് ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ്, നമ്മളുമായിട്ട് കണക്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇതൊക്കെ വർക്കായി അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സിനിമ കണ്ട് പുറത്തിറങ്ങി. കഴിഞ്ഞ കുറേ നാളായിട്ട് ബോളിവുഡിൽ നിന്ന് വരുന്ന പല പടമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും എൻ്റെ മോനെ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുക. പക്ഷേ ഇതൊരു വൃത്തിയുള്ള രസമുള്ളൊരു ഫീലിംഗ് ആണ്. 1965 ഇൻഡോ പാകിസ്ഥാൻ വാറിനിടയിൽ പാകിസ്ഥാനിലെ സർഗോദ എയർബേസ് ഇന്ത്യൻ എയർഫോഴ്സ് ടീം അറ്റാക്ക് ചെയ്യേണ്ടായി. വേറെയുണ്ട്, പക്ഷേ ഈ സർഗോദ എയർബേസ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് സിനിമ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അന്ന് ആ എയർബേസ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ AB ദേവയ്യ അദ്ദേഹത്തെ കാണാതാവുകയുണ്ടായി. പിന്നീട് വർഷങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ധീരമായ പ്രവൃത്തി എന്തായിരുന്നു എന്നും അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് മഹാവീർ ചക്ര അവാർഡ് ചെയ്യുകയുണ്ടായി. ഇതാണ് ഈ സിനിമയുടെ കഥ. പെർഫോമൻസിൽ നിന്ന് തുടങ്ങുമ്പോൾ അക്ഷയ് കുമാർ ആണെങ്കിലും വീർ ബഹാരി ആണെങ്കിലും ഒക്കെ ഈ സിനിമയിൽ നമ്മൾ കാണുന്ന അഭിനേതാക്കളൊക്കെ തന്നെയും മികച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു. എനിക്ക് അതിൽ കുറച്ച് ഓവറായിപ്പോയി, അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ആയിപ്പോയി, മിസ്കാസ്റ്റ് ആയിപ്പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്തത് സാറ അലി ഖാൻ ആയിരുന്നു. കാരണം അവർ ഇവിടെ ഒരു ഭയങ്കര ഇമോഷണൽ സാധനമൊക്കെ നിൽക്കുമ്പോൾ ഒട്ടും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. പ്രകടനങ്ങൾ ഈ പറയുന്ന ഒരു ഭയങ്കര പ്രകടനം എന്ന് പറയാനും ഇല്ല. പക്ഷേ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഇമേജിൽ നിന്നാണ് നമുക്ക് ആ ഇമോഷൻസ് കണക്ട് ആവാം. VFX വിഷ്വൽ പരിപാടികളൊക്കെ പറയുമ്പോൾ VFX ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ തന്നെയാണ്. പക്ഷേ ആ കാലഘട്ടത്തിനെ പരിഗണിക്കുമ്പോൾ, ആ സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന യുദ്ധവിമാനങ്ങളുടെ ഒരു രീതിയൊക്കെ പരിഗണിക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുള്ള VFX എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ബ്ലാസ്റ്റിംഗ് പരിപാടികളൊക്കെ ആണെങ്കിലും അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. സാധാരണ ഈ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പാളിപ്പോകുന്ന അങ്ങനത്തെ ചില എലമെൻറ്റുകളുണ്ടല്ലോ. പക്ഷേ ഇവിടെ എനിക്കത് നല്ല വൃത്തിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ ആകാശത്ത് വെച്ചുള്ള ഈ ഫൈറ്റർ പ്ലെയിൻസിൻ്റെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സന്താനകൃഷ്ണൻ രവിചന്ദ്രൻ അദ്ദേഹമാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. ശ്രീകർ പ്രസാദിൻ്റെ എഡിറ്റിംഗ് ആണ്, ചുമ്മാ അല്ലാട്ടോ. മ്യൂസിക് ജസ്റ്റിൻ വർഗീസും തനിഷ്ക് ബാഗ്ചിയാണ്. പാട്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഈ പറയുന്ന ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് വരുമ്പോഴും, ഇനി അതല്ല ഈ ദേശസ്നേഹത്തിൻ്റെ എലമെൻറ്റുകളൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അക്ഷയ് കുമാർ ഇപ്പോൾ ദേശസ്നേഹം ഡയലോഗുകളുടെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ട് പുള്ളി ഈ സാധനം സ്ഥിരം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അതിൻ്റെ പ്ലേസ്മെൻറ്റ് നല്ല രസമാണ്. ഇതിലെ സ്ക്രിപ്റ്റ് ടീമിലേക്ക് വരുമ്പോൾ സന്ദീപ് കെവ്ലാനി ഉണ്ട്, ആമിൽ കിയാൻ ഖാൻ ഉണ്ട്, കാൾ ഓസ്റ്റിൻ ഉണ്ട്, നിരേൻ ഭട്ട് ഉണ്ട്. സംവിധാനത്തിലേക്ക് വരുമ്പോൾ സന്ദീപ് കെൽവാനിയും അഭിഷേക് അനിൽ കപൂറുമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു മികവുണ്ടല്ലോ, അതായത് എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു കാര്യം. ഈ പറയുന്ന മ്യൂസിക്കിൻ്റെ ഒരു സപ്പോർട്ട്, വിഷ്വൽ പരിപാടികളൊക്കെ രസമായിട്ട് വരിക. എന്തെങ്കിലും ലാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇമോഷൻ അങ്ങോട്ട് സെറ്റായില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ത്യാഗം എന്ന് പറയുന്നത്, ത്യാഗമല്ല, പുള്ളി രാജ്യത്തിന് വേണ്ടി ചെയ്തൊരു വലിയ റിസ്ക് എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഇമോഷൻ നമുക്ക് ആ പഞ്ചിൽ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി. ഈ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന അമരനാണെങ്കിലും അമരൻ്റെ വേറെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ട്രോളുകളൊക്കെ ഉണ്ടാകുമ്പോഴും അത് ഉണ്ടാക്കേണ്ട ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്, അത് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല സിനിമകളിലും നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ളതുമാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അക്ഷയ് കുമാർ ഇങ്ങനെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, ഡയലോഗ് പറയുന്നു, ഒരു പാനലിൻ്റെ മുമ്പിൽ സംസാരിക്കുന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും അതിനൊരു മറ്റേ സാധനം ഉണ്ടല്ലോ, നമുക്ക് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഈ ഉള്ളിങ്ങനെ നിറഞ്ഞു വന്ന് അത് ഭയങ്കര രസമുള്ളൊരു ഇമോഷനാണ്. ഇങ്ങനത്തെ സിനിമകളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമുക്കൊക്കെ വേണ്ടി ഒരാൾ അവൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഏറ്റവും വലിയ റിസ്ക് എടുത്ത് അന്ന് അവൈലബിൾ ആയിരുന്ന ഏറ്റവും വലിയ ടെക്നോളജിയെ സ്വന്തം കഴിവ് കൊണ്ട്, സ്കില്ല് കൊണ്ട് പുട്ടുപോലെ തീർത്ത് കളഞ്ഞു എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ. ഞാൻ പറയുമ്പോൾ എനിക്ക് നല്ല രോമാഞ്ചം വരുന്നുണ്ട്, പക്ഷേ സിനിമ കാണുമ്പോൾ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. അതാണ് അതിൻ്റെ ഒരു വിഷയം. കാരണം ഇദ്ദേഹം സ്ക്രീനിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ അക്ഷയ് കുമാറിനോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നുള്ളതാണ്. പുള്ളിയുടെ ഒരു ലൈഫും ഇമോഷനും രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഇവർ അധികം സമയം കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഫീൽ ശരിക്കും കിട്ടേണ്ടത് സാറ അലി ഖാൻ്റെ പെർഫോമൻസിലും അക്ഷയ് കുമാറിൻ്റെ ഈ കണ്ടെത്തലുകൾ വിവരിക്കുന്നതിലും ഒക്കെ ആയിരുന്നു. അവിടെയൊക്കെയാണ് സിനിമ വല്ലാണ്ട് വീക്കായി പോയത്. അതുകൂടി ഒന്ന് കറക്റ്റ് ആയിരുന്നെങ്കിൽ, ആ ഇമോഷൻ കൂടി കണക്റ്റ് ആയിരുന്നെങ്കിൽ ഞാനിതൊരു ഗംഭീര സിനിമ എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇതെന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ മസ്റ്റ് വാച്ച്, കണ്ടില്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ തിയേറ്ററിൽ കണ്ടു എന്ന് വെച്ചിട്ട് നമുക്കൊരു നഷ്ടം തോന്നില്ല. ആ ഇമോഷണൽ എലമെൻറ്റുകൾ കൂടി വർക്കായിരുന്നെങ്കിൽ സാധനം പെടായിട്ടോയേനെ. ഇപ്പോൾ ഇതൊരു വൺ ടൈം വാച്ചബിൾ സിനിമ അനുഭവമാണ്. ബോളിവുഡിൽ നിന്ന് അവസാനം വന്ന എൻ്റെ പൊന്നുമക്കളെ ആ പരിസരത്ത് പോലെ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് മാറി കുഴപ്പമില്ലാത്തൊരു പടം കേട്ടോ. ഇത് കണ്ടു എന്ന് വെച്ചിട്ട് നമുക്കൊരു നഷ്ടമൊന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്ന ഒരു ഫീലാണുള്ളത്. പിന്നെ
ഇങ്ങനൊരു പോരാളിയെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നഷ്ടമല്ലേ. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇതൊരു നഷ്ടബോധമില്ലാത്ത വൺ ടൈം വാച്ചബിൾ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ എന്നോട് യോജിക്കുന്നതായിരിക്കാം, ചിലപ്പം നേരെ മറിച്ചായിരിക്കാം. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.